ദേശീയപാതയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന NH-66 ചേർത്തലയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. 11-ാം മൈൽ സെൻറ്റ് മൈക്കിൾസ് കോളേജിന് സമീപമാണ് ഇത്തരത്തിൽ വലിയൊരു രീതിയിൽ ഈ റോഡിൽ തന്നെ ദേശീയപാതയിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ ദേശീയപാത നിർമ്മാണത്തിൽ ആലപ്പുഴ ജില്ലയിൽ ആകെ ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കായലിൽ നിന്നുള്ള മണലാണ്. ഈ മണൽ ഈ പാലത്തിൽ നിന്നുള്ള വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടി സമീപത്തെ തോടുകളിലേക്ക് ഒലിച്ചു പോകുന്നതിന് വേണ്ടി പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പൈപ്പിലൂടെയാണ് മണൽ ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴ പെയ്യുമ്പോൾ തന്നെ മണൽ ഒലിച്ചു പോകുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഈ ചെറിയ രീതിയിൽ ഗർത്തം രൂപപ്പെട്ട് അത് വലിയ രീതിയിലായി ഇതുവഴി വാഹനങ്ങളൊക്കെ കടത്തിവിട്ടുകൊണ്ടിരുന്ന ഏകദേശം ഈ ഭാഗത്തേക്കുള്ള പണിയൊക്കെ പൂർത്തിയായതാണ്. അതിന് വാഹനങ്ങളൊക്കെ ഈ വഴിയിലൂടെ കടത്തി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് നേരത്തെ ഏകദേശം 6 മണിയോടുകൂടിയാണ് ഈ ഗർത്തം കണ്ടത്. ഒരു ബൈക്കിലേക്ക് പോകുന്ന യാത്രികനാണ് ഈ ഗർത്തം കണ്ട് ഇത് അധികൃതരെ നാട്ടുകാരെ ഉൾപ്പെടെ അറിയിക്കുന്നത്. അദ്ദേഹമാണ് ഈ വണ്ടി ഇവിടുന്ന് ഇതുവഴി കടന്നു പോകുന്ന വണ്ടി തടഞ്ഞു നിർത്തുകയും മറ്റും ചെയ്തത്. ഏതായാലും ഒപ്പം തന്നെ ഇതുവഴി നേരത്തെ ഈ ഗർത്തം കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ KSRTC ബസ് ഉൾപ്പെടെയുള്ളവർ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ടെന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എന്താണ് ഒരു 5:30 മണിയോടടുത്താണ് ഈ സംഭവം ഇങ്ങനെ വന്നത്. അതിനുമുമ്പ് ഒരു വണ്ടി ഇതുവഴി പോകണമൊക്കെ പാസ് ചെയ്ത് പോയതാണ്. പിന്നെ പെട്ടെന്നാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെടുകയും ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. ഇവിടെ മണ്ണൊലിച്ചു എന്നാണ് അവർ പറയുന്നത്. അങ്ങോട്ട് ഈ സൈഡിലേക്ക് അശാസ്ത്രീയമായ പലയിടത്തും ഇത് തന്നെ അവസ്ഥ. പലയിടത്തും ഇപ്പോൾ ഇവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ആദ്യം രൂപപ്പെട്ടത്. ഇനി അങ്ങോട്ട് എന്താ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട് അതിൻ്റെ അകത്ത്. ഏതായാലും അതുതന്നെയാണ് ദേശീയപാതയുടെ പണി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുക മാത്രമാണ്. ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല. ഈ തുടക്കത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ഗർത്തം രൂപപ്പെടുകയും ഇത്തരത്തിൽ വലിയൊരു അപകടാവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വണ്ടി കടന്നു പോകുന്ന ഒരു റോഡാണ്. താൽക്കാലികമായി തുറന്നു കൊടുത്തതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ഗർത്തം തന്നെയാണ്, വലിയൊരു കുഴിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ രാജ്യത്തിനൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, ആലപ്പുഴ.